വെൽക്കം ടു ക്യാമ്പസ് വേസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കോഴ്സ് BSc റീനൽ ഡയാലിസിസ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു കോഴ്സാണ്. അലൈഡ് ഹെൽത്ത് സയൻസ് സെക്ടറിൽ പെടുന്ന ഒരു കോഴ്സാണിത്. 3 വർഷം തിയറി, 1 ഇയർ ഇന്റേൺഷിപ്പ് അടക്കം 4 വർഷം ഡ്യൂറേഷൻ വരുന്ന ഒരു പ്രൊഫഷണൽ ഡിഗ്രി പ്രോഗ്രാം ആണ്. +2-ന് ബയോളജി സയൻസ് എടുത്ത സ്റ്റുഡൻസ് ആണ് ഈ കോഴ്സ് പഠിക്കാൻ എലിജിബിൾ ആയിട്ടുള്ളത്. എന്താണ് റീനൽ ഡയാലിസിസ് ടെക്നോളജി എന്ന് നോക്കാം. നമ്മുടെയൊക്കെ ശരീരത്തിലെ കിഡ്നിയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ആണ്. ഈ കിഡ്നി ഫെയിലിയർ ആയി കഴിഞ്ഞാൽ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാൻ പറ്റാതെ വരികയും ഒരു എക്സ്റ്റേണൽ ഡിവൈസ് യൂസ് ചെയ്ത് ഈ പ്രൊസീജിയർ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഈ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ ഡയാലിസിസ് എന്ന് പറയുന്നത്. ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഡയാലിസിസ് ടെക്നീഷ്യൻ. ഈ BSc റീനൽ ഡയാലിസിസ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിക്കുന്നതിലൂടെ ഡയാലിസിസ് ടെക്നീഷ്യനായിട്ടായിരിക്കും ജോബ് ലഭിക്കുക. ഈ കോഴ്സ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വേരിയസ് ആസ്പെക്ട് ഓഫ് റീനൽ ഡിസീസ്, ഡയാലിസിസ് ടെക്നിക്സ്, കിഡ്നി റിലേറ്റഡ് ഇഷ്യൂസ് ഉള്ള പേഷ്യൻസിന്റെ കെയർ, ഡയാലിസിസ് ഡിവൈസ് എങ്ങനെ പ്രോപ്പറായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളാണ്. BSc റീനൽ ഡയാലിസിസ് ടെക്നോളജി എന്ന് പറഞ്ഞ കോഴ്സ് പഠിച്ച ടെക്നീഷ്യൻസിന്റെ പ്രധാന ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഡയാലിസിസ് പ്രൊസീജിയറിന് വേണ്ടിയിട്ട് ഡയാലിസിസ് ഡിവൈസ് കറക്റ്റ് ആയിട്ട് സെറ്റിംഗ് അപ്പ് ചെയ്യുക, അത് പ്രോപ്പറായിട്ട് ഓപ്പറേറ്റ് ചെയ്യുക, ഡയാലിസിസ് പേഷ്യൻസിന്റെ കണ്ടീഷൻ കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുക, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേഷ്യന്റിന് ആവശ്യമായ സമയത്ത് എമർജൻസി കെയർ ആൻഡ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക, വൃക്ക സംബന്ധമായ രോഗങ്ങളെയും അവയുടെ ട്രീറ്റ്മെന്റിന്റെ ഇംപ്ലിക്കേഷൻസിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഇതൊക്കെയാണ് BSc റീനൽ ഡയാലിസിസ് ടെക്നോളജി എന്ന് പറഞ്ഞ കോഴ്സ് പഠിക്കുന്ന ആൾക്കാരുടെ ഡ്യൂട്ടീസ് വരുന്നത്. ഇനി നമുക്ക് ഈ കോഴ്സിന്റെ കോർ സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. റീനൽ അനാട്ടമി ആൻഡ് ഫിസിയോളജി, റീനൽ പത്തോളജി, ഡയാലിസിസ് ടെക്നിക്സ്, ഡയാലിസിസ് എക്യുപ്മെന്റ്സ് ആൻഡ് ഓപ്പറേഷൻ, പേഷ്യന്റ് കെയർ ഇൻ റീനൽ ഫെയിലിയർ, ബയോകെമിസ്ട്രി ആൻഡ് ഫാർമക്കോളജി, എത്തിക്സ് ആൻഡ് ലീഗൽ ആസ്പെക്ട് ഓഫ് ഹെൽത്ത് കെയർ, ക്ലിനിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ ട്രെയിനിങ്. ഇത്രയുമാണ് BSc റീനൽ ഡയാലിസിസ് ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സിന്റെ കോർ സബ്ജക്ട്സ് വരുന്നത്. ഇനി ഈ കോഴ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് ഏതൊക്കെ ജോബ് റോൾസ് ആണ് ലഭിക്കുക എന്ന് നോക്കാം. ഡയാലിസിസ് ടെക്നീഷ്യൻ, റീനൽ കെയർ കോർഡിനേറ്റർ, ഡയാലിസിസ് യൂണിറ്റ് മാനേജർ, ഇതുകൂടാതെ സ്വന്തമായിട്ട് പ്രൈവറ്റ് ക്ലിനിക്സോ ഡയാലിസിസ് സെന്റേഴ്സും തുടങ്ങാം. ഈ ഒരു കോഴ്സിന്റെ ജോലി സാധ്യതകളെ കുറിച്ച് പറയുകയാണെങ്കിൽ കോമ്പറ്റീഷൻ വളരെ കുറഞ്ഞൊരു ഫീൽഡ് ആണെന്ന്. കാരണം വളരെ കുറച്ച് കോളേജുകൾ മാത്രമേ ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. താരതമ്യേന മറ്റ് അലൈഡ് ഹെൽത്ത് സയൻസ് സ്ട്രീമിലെ കോഴ്സുകളെ വെച്ച് നോക്കുമ്പോൾ ഇത് പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസിന്റെ എണ്ണം വളരെ കുറവാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു മോഡേൺ ലൈഫ് സ്റ്റൈലും ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ കൊണ്ട് കിഡ്നി ഫെയിലിയർ ആകുന്ന ആൾക്കാരുടെ എണ്ണം ദിനം പ്രതി കൂടി വരികയാണ്. ഹോസ്പിറ്റൽസിലെ ഡയാലിസിസ് യൂണിറ്റുകളുടെ എണ്ണവും അതുപോലെ പുതിയ പുതിയ ഡയാലിസിസ് സെന്റേഴ്സിന്റെ എണ്ണവും ഒക്കെ ഇതുമൂലം തന്നെ വർദ്ധിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കോഴ്സ് പഠിച്ചിറങ്ങുന്ന ആൾക്കാരുടെ ജോലി സാധ്യതകളെ കുറിച്ചൊരു ഡൗട്ടിന്റെ ആവശ്യമല്ല. ഇഷ്ടം പോലെ ജോലി സാധ്യതകൾ ഇന്ത്യക്കും വിദേശത്തും എല്ലാം അവൈലബിൾ ആണ്. ഈ ഒരു കോഴ്സ് പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസിന് ഹോസ്പിറ്റൽസിൽ മാത്രമല്ല ജോലി ലഭിക്കുന്നത്, റീനൽ ഡയാലിസിസ് സെന്റേഴ്സിലും പ്രൈവറ്റ് മെഡിക്കൽ ക്ലിനിക്സിലും ഒക്കെ വേക്കൻസീസ് ഉണ്ട്. ഈ കോഴ്സ് പഠിക്കാനായിട്ട് നിങ്ങളൊരു കോളേജ് ചൂസ് ചെയ്യുമ്പോൾ ഡയാലിസിസ് യൂണിറ്റ് ഒക്കെ ഉള്ള എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു ഹോസ്പിറ്റൽ ഉള്ള കോളേജുകൾ മാത്രമേ ഈ കോഴ്സ് പഠിക്കാനായിട്ട് ചൂസ് ചെയ്യാവൂ. ഈ കോഴ്സിനെ കുറിച്ചും ഇത് പഠിക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻസിനെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.